പത്തനംതിട്ട ഏനാത്ത് ക്ഷേത്രത്തിൽ മോഷണം നടന്നിരിക്കുന്നു. വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാലയടക്കം 2 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. CK അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, ക്ഷേത്രത്തിനകത്താണ് മോഷണം, അതും വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന മാലകളൊക്കെയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. എപ്പോഴാണ് മോഷണം നടന്നത്? മോഷ്ടാവിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കഴിഞ്ഞ രാത്രി 11 മണിക്കും ഇന്ന് പുലർച്ചെ 5-നും മധ്യേ മോഷണം നടന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നാലമ്പലത്തിന്റെ വാതിലും ശ്രീകോവിലിന്റെ വാതിലും കുത്തിപ്പൊളിച്ച നിലയിലാണ് ശ്രീകോവിലിനുള്ളിൽ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവൻ തൂക്കമുള്ള മാല, അതോടൊപ്പം തന്നെ താലി, അതോടൊപ്പം സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്ന 1 പവന്റെ കാശുമാലയും അതോടൊപ്പം തന്നെ മേശയ്ക്ക് വിരിപ്പിൽ സൂക്ഷിച്ചിരുന്ന 17,000 രൂപയും നഷ്ടപ്പെട്ട കൂട്ടത്തിലുണ്ട്. ആകെ 2.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ദേവസ്വത്തിന്റെ വിലയിരുത്തൽ. അവർ നൽകിയ പരാതിയിലും ഈ തുക വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തകർത്ത കാണിക്ക വഞ്ചികളും അതോടൊപ്പം തന്നെ പൂട്ടുകളും അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിലാണ്. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ പ്രധാനപ്പെട്ട വഞ്ചി, ഉപദേവതാ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ചെറുവഞ്ചികൾ അടക്കം കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. 1-ലധികം ആളുകൾ ഈ മോഷണത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപ പ്രദേശങ്ങളിലെ വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ് പോലീസ്. വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏനാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തെളിവെടുപ്പിന്റെ ഭാഗമായി വിരലടയാള വിദഗ്ധരും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. വേഗത്തിൽ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ നിർണായകമായി മാറുന്നത് CCTV ദൃശ്യങ്ങൾ തന്നെയാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, എന്തായാലും അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.